ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ അതാ ധോനി ബേബി നല്ല വെയിലാണ് കേട്ടോ. ധോനി ബേബിനെ അതാ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു, അതാ കഴിക്കാൻ കൊടുത്തു. നാളെ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഏതായാലും ഞങ്ങളൊക്കെ ഇവിടെ പുറത്തുണ്ടല്ലോ, ഒന്ന് അവൾ കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആളതാ വെള്ളം അവിടെ ഒരു ബക്കറ്റിൽ കോരി വെച്ചിട്ടുണ്ട്. അവൾ അതിൽ കളിച്ചുകൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ ആള്. അമ്മായി ഇതാ അടുക്കളയിൽ ഇതാ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചോറ് അടുപ്പത്തിട്ടിരിക്കണു. അപ്പോൾ അതൊക്കെ അവളെ കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷമാണ് അപ്പോൾ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മീൻ മേടിച്ചു കേട്ടോ. കുറേ ദിവസമായി മീനൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ 1/2 കിലോ മത്തിയാണ് മേടിച്ചത് കേട്ടോ. കുഞ്ഞമത്തിയായിരുന്നു. അപ്പോൾ നല്ല മത്തി കേട്ടോ. അപ്പം ഞാനത് കുറച്ച് മേടിച്ച് വേഗം പെട്ടെന്ന് നന്നാക്കിയൊക്കെ എടുത്തു. അപ്പം ഇന്ന് അമ്മായി കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പുളിരസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ ഇനി പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇനി ഓർമ്മ കിട്ടിയാൽ ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അങ്ങനെ കിട്ടുന്നേ ഇല്ല. അപ്പോൾ മത്തിന്ന് വറക്കാനാട്ടോ. എപ്പോഴൊന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വായിക്ക് രുചിയായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എപ്പോഴൊന്നും മീൻ മേടിക്കാറില്ലല്ലോ. അപ്പോൾ എന്തായാലും കുഞ്ഞമ്മത്തിയല്ലേ, അപ്പോൾ അത് വറക്കും ചെയ്യാം. രാജേട്ടൻ അങ്ങനെ കൂട്ടാറില്ല. അപ്പോൾ നല്ല മുരുന്നനൊക്കെ ആയിട്ട് നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല മുരുന്നനൊക്കെ ആയാലാണ് ഏട്ടൻ കഴിക്കാറ്. അപ്പോൾ അങ്ങനെ ഇതാ അതിങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, മസാലയൊക്കെ പൊട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് അരിഞ്ഞൊക്കെ വെച്ച് വെള്ളം വാർന്നിട്ട് വേണം അപ്പോൾ മസാലയ്ക്കെല്ലാം തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ കറിയൊക്കെ വെക്കും പോലുള്ള എല്ലാ മസാലകളും ഞാനും ചേർക്കും കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി, കുരുമുളക്, നമ്മുടെ സാധാ മുളക്, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ എല്ലാം കൂടിയൊക്കെ ചേർത്തിട്ടാണ്. ചിലപ്പോൾ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഞാൻ വറുക്കുക കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ, പച്ചമീനല്ലേ എന്നൊക്കെ വിചാരിക്കും. കാരണം എല്ലാം പാകത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ ഒരു രുചി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഇതാ ധോനി ബേബി അതാ വെള്ളത്തിൽ കളിച്ച് ഇതാട്ടോ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. പച്ചമുളകാണ് കേട്ടോ അവളെടുത്ത് വെക്കുന്നത്. ആള് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അത് പെറുക്കി ഇങ്ങനെ താഴത്തേക്ക് പാത്രത്തേക്ക് ആക്കുക. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് സവോള ഇട്ടിട്ട് ആണ് കേട്ടോ മസാല ഉണ്ടാക്കണത്. ചെറിയ ഉള്ളി ഇല്ല. അപ്പം എല്ലാം കൂടി ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഒന്ന് മസാല ഉണ്ടാക്കണേ. വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി, പിന്നെ ചെറുള്ളിക്ക് പകരം നമ്മുടെ സവോള ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് മസാല ഉണ്ടാക്കണേ. അപ്പോൾ ഇതാ ചെറിയമ്മായി ഇതാ പണി മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. 10 മണിക്ക് കഞ്ഞി കുടിക്കാൻ വന്നതാണ്, പണിയൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇവിടെ അടുത്താണ് പണി. അപ്പോൾ അടുത്തായതുകൊണ്ട് 10 മണിക്കൊക്കെ വരും, ഉച്ചയ്ക്കൊക്കെ വരും. അല്ലെങ്കിൽ പിന്നെ രാവിലെ പോയ വൈകിട്ടാട്ടോ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കുകയാണ്. മസാല വേഗം മിക്സി എല്ലാം ഇട്ട് ചായച്ചിട്ടുണ്ടെങ്കിൽ വേഗം നല്ല നൈസായിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുരുമുളകും എല്ലാം ആഡ് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇനി ധോനി ബേബി വാശി പിടിക്കുമ്പോഴത്തേന് ഇനി ഇതൊക്കെ റെഡിയാക്കി എടുക്കും വേണം. അവൾ കരയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ അതിൻ്റെ പുറകെ പോകണം. എന്താണെന്ന് വെച്ചാൽ ഉറക്കം വന്നാൽ പിന്നെ ആൾ ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ റെഡിയായി, മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ വെള്ളം വറ്റി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ചീനച്ചട്ടിയൊക്കെ പോഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇനി നമ്മളപ്പോഴത്തിന് തന്നെ അമ്മായി അപ്പോഴത്തിന് കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിരസം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെന്തോ പറയാമെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. ഈ കറിക്ക് എന്താ കക്കരിക്ക അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ അമ്മായി. അങ്ങനെ അത് വെറും ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ട് വേവിച്ചിട്ട് സാധാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അങ്ങനെ വേറെ കടുക് വറക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ സാധാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അമ്മായിയുടെയൊക്കെ റെഡിയായിട്ട് അമ്മായി ഇനി കുറച്ച് കരിപ്പാത്രങ്ങളുണ്ട് മോറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേന് ഞാനിതാ മീനൊക്കെ റെഡിയാക്കട്ടെ. ഒരു പ്രാവശ്യം അതാ വറുത്തൊക്കെ എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സുകളുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ലൈവിലൊക്കെ വന്ന ഒരുപാട് കൂട്ടുകാരും. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് അയക്കണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഊണൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു 4 മണിയൊക്കെ ആയ ടൈമിലാട്ടോ ഇനി ചായ വെക്കാൻ തുടങ്ങുകയാണ്. ഇതിന് എനിക്ക് ആദ്യം കുറച്ച് പാലും വെള്ളം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അവൾ പാലും വെള്ളം രാവിലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് കഴിച്ചില്ല. അപ്പം ഏതായാലും ചായ ഞങ്ങൾ രാവിലെ കുറച്ച് പാൽ എന്തായാലും എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ കട്ടൻ ചായ വൈകിട്ട് കുടിക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ആ പാലും കൊണ്ടാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കും അവൾക്കും കൂടി ഞങ്ങൾ കുറേശ്ശേ എനിക്കും അവൾക്ക് മാത്രമായിട്ട് കുറച്ച് ഉണ്ടാക്കി റെഡിയാക്കിയിട്ട് എടുക്കാനാന്നൊക്കെ വിചാരിച്ചിട്ട് ചായ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ പണിത്തിരക്ക് കാരണം മീൻ വഴങ്ങിയപ്പോൾ മീൻ നന്നാക്കാനൊക്കെ ഇരുന്നപ്പോൾ സമയം പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും അലക്കിയിട്ടുമില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ. അപ്പം ഇനി ഇത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അലക്കാൻ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ദോശ ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം.
ഒരെണ്ണല്ല 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാനും കഴിച്ച് ചായ കുടിക്കുമ്പോൾ ധോനി ബേബി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളൊന്ന് അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴാണ് 1 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത് കേട്ടോ. നേരത്തെ ഒരു 3-3:30 ആയപ്പോൾ എണീക്കുകയും ചെയ്തു. ഇനി ചായ കുടി കഴിഞ്ഞിട്ട് വേണം ഇനി അലക്കാൻ. അമ്മായി അതാ അവിടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇനി കുളിക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഇനി കുളിക്കാൻ പോകുമ്പോൾ ഇനി അലക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്മായിയുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി കുളിക്കണം. അപ്പോഴത്തേനും അലക്കലും കഴിയണം. ഒരുപാട് സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ തല്ലി തിരുമ്പാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ചായ കുടി കഴിഞ്ഞ് പെട്ടെന്ന് പോയിട്ട് ഇനി അലക്കിയെടുക്കണം. അലക്കണതിന് മുന്നേ ഇനി കുറച്ച് വെള്ളത്തിനും കൂടി പോകണം കേട്ടോ. അപ്പോൾ ഏട്ടൻ താഴത്തെ വീട്ടിലത്തെ വെള്ളമാണ് അങ്ങനെ കുടിക്കുള്ളൂ അധികവും. അപ്പോൾ ആ വെള്ളം ഇനി കുടിക്കാൻ വൈകിട്ട് വരുമ്പോൾ ഇനി ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടല്ലേന്ന് വിചാരിച്ചിട്ട് ചായ കുടി കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് വെള്ളം കൊണ്ടുവന്നേക്കണം. പിന്നെ 6 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം കൊണ്ടുവരാൻ പോണത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ അലക്കിയെടുക്കുക. സമയം അപ്പോഴത്തേനും 5 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇനി വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അലക്കുക. അപ്പം അങ്ങനെ ഇതാ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആശ്വാസം വഴിയൊക്കെ ചായയൊക്കെ ആറ്റിയിട്ട് നല്ല ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ നല്ല ആറ്റിയിട്ടൊക്കെ ഞാൻ കുടിച്ചത് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഏതായാലും ഇനി അടിച്ചു വാരിയിട്ടും കൂടി പോകുക. എല്ലാം കൂടി അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തെ പണി എടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് വിളക്കുകൊളുത്താനാകുമ്പോഴത്തേനും അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ അപ്പോൾ അമ്മായി കുളി കഴിഞ്ഞ് വന്നാൽ വിളക്ക് കാട്ടും. അപ്പോൾ വേഗം അടിച്ചു വാരിയിട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്ക് പുറത്തുള്ള ജോലികൾ ചെയ്യാമെന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ വേഗം അമ്മായിമാരുടെ റൂമാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും കട്ടിലാണ്. അപ്പോൾ നടുഭാഗമൊക്കെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കും. പിന്നെ അതിൻ്റെ അടിക്കടയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇനി വേണം ഇനി ഹാളടിക്കാനൊക്കെ, ഹാളും മറ്റ് റൂമുകളൊക്കെ അടിക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ അടിച്ച് വാരിയും കൊണ്ടിരിക്കുക. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനൊക്കെ ധോനി ബേബിക്കൊക്കെ കൊടുത്തു. ധോനി ബേബിക്ക് ചായ കൊടുക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു. ഒക്കെ നമ്മൾ പിടിച്ച് കൂട്ടി അങ്ങനെയൊക്കെ വേണം അവൾക്ക് കൊടുക്കാനൊക്കെ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബഹളമാണ്. കാരണം അവൾക്ക് ഒന്നും വേണ്ട, ഒന്നും നമ്മൾ വായിൽ വെച്ച് കൊടുത്താൽ പോലും ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് അവൾക്ക്. ഭയങ്കര വാശിയാണ് കേട്ടോ ആൾക്ക്. കുറേ കഴിയുമ്പോൾ മാറുമെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അനിയത്തി പറഞ്ഞ പോലെ 2-3 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ തന്നെയാണ് മക്കൾ. ഭയങ്കര വാശിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു വലിയ അനിയത്തിയൊക്കെ. അങ്ങനെ വനജ എപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങനെ ഉള്ളടിച്ച് വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. അപ്പം അങ്ങനെ ബക്കറ്റൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി വെള്ളത്തിന് പോവുകയാണ്. വെള്ളം ഇനി കോരി ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ ബാക്കി ഇനി തുണി അലക്കലൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി പരിപാടികളൊക്കെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ കുളിക്കാനൊക്കെ. അപ്പോൾ ഇനി ആ സമയത്തിന് ചെറിയമായി പണി മാറ്റി വരും ചെയ്യും. പണി മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ നോക്കുമല്ലോ. അപ്പോൾ ഒരാളും കൂടി ഉണ്ടാവാം. വലിയമ്മായിക്ക് അവളെ ഓടുമ്പോൾ പുറകോടാനൊന്നും വയ്യ. അപ്പം ഇന്ന് അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇന്ന് അവൾ കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഞാൻ ശകലം പാലെടുത്തിട്ട് നീ പാലൊഴിച്ചിട്ട് പാൽ ചായ ഉണ്ടാക്കി കൊടുത്തോക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പാൽ ചായ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഇതൊക്കെ പിടിയെന്നൊക്കെ പറഞ്ഞിട്ടോ ഓരോരോ പണികൾ. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അവൾക്ക് പാൽ ഒഴിച്ച ചായ ഉണ്ടാക്കി കൊടുത്ത്, ചായയല്ല പാൽ ചായ പോലെ ഉണ്ടാക്കിയിട്ട് ചൂടാറ്റിയിട്ട് ചെറിയമ്മായി അപ്പോഴത്തേനും പണി മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മായിയുടെ അടുത്ത് കൊടുത്താൽ പിന്നെ അമ്മായി കൊടുത്തോളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. കുടിക്കുകയാണെങ്കിൽ കുടിക്കുക അവളിങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ അത് അമ്മായിയുടെ അടുത്ത് അവളിനാക്കിയിട്ട് ഞാൻ അലക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം വരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പണിത്തിരക്കുമായിരുന്നു. പിന്നെ വെയിലും ആണല്ലോ പിന്നെ. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് തന്നെ പണി ഒരുങ്ങിയപ്പോഴത്തേന് നല്ല വെയിലായി. പിന്നെ വെയിൽ മാറട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാട്ടോ. അപ്പോൾ അമ്മായിയുടെ അലക്കലൊക്കെ കഴിഞ്ഞ് അമ്മായി കുളിക്കാൻ കയറി. അപ്പോൾ ഇനി ഞാൻ അലക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോസൊക്കെ ഇടാറുള്ളത് കേട്ടോ. 10 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഇടാറ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. നിങ്ങളാണ് ഓരോ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാനുള്ളൊരു നമ്മുടെ പ്രചോദനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അധികം എല്ലാവരും പറയും ഡെയിലി വീഡിയോസ് ഇടണേ, എന്നാലാണ് റെക്കമെൻഡേഷൻ പോവുള്ളൂ. അതേപോലെ തന്നെ ഡെയിലി വീഡിയോ ഇടണേ, നമ്മൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ എല്ലാവരും പറയും കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഒക്കെ ശ്രമിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ കാരണം ധോനി ബേബി വാശി പിടിക്കുകയെ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വീഡിയോ വോയിസ് ഓവർ കൊടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ അപ്ലോഡ് ആവാൻ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.